ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിൽ നോർമലി ഇതുപോലെ പഞ്ചോളും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പഞ്ചോളും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കട്ടായിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പം അങ്ങനെ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്നും ആ ഒരു ഭാഗത്ത് വരില്ല, ഒന്നും കട്ടായിട്ട് പോവില്ല. ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് ആയിട്ട് കംപ്ലീറ്റ് കിടക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നോച്ച് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൺട്രോൾ സെൻറ്റർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ് നോച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. പിന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോച്ച് എന്നുള്ളത് സെർച്ച് ചെയ്യുക. നോച്ച് എന്നുള്ളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈഡ് നോച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ ഡോൺ ഹൈഡ് എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇതുവരെ കാണിക്കും. ഇനി നോച്ച് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഹൈഡ് വിത്തൗട്ട് മൂവിങ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു മുകളിൽ കാണുന്ന ബാറ്ററി പെർസെൻറ്റേജ്, വൈഫൈയുടെ കണക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ മുകളിൽ കിടക്കും. പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തോട്ട് വരില്ല. ഇനി അതും കൂടി താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ആൻഡ് മൂവ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളത്. അപ്പം അതും സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങോട്ട് താഴത്തോട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി പെർസെൻറ്റേജ് ഇതൊക്കെ മുകളിലും ബാക്കി കാര്യങ്ങളൊക്കെ താഴത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഡിസ്പ്ലേന്ന് ഈ ഒരു നോച്ച് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.